Nihaldada and welcome back to my YouTube channel. വിൻ്ററൊക്കെ എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും സമ്മർ ആവുന്ന ഈ ഒരു സമയത്ത് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അപ്പാടിങ്ങനെ പച്ച കളർ കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാങ്ങി നോക്കാം. കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ്. ഈയിടെയായിട്ട് ഡോക്ടർ വന്നിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഞാൻ യൂസ് ചെയ്യാറുണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് ഞാൻ ഈ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ യുവിഡോക്സിൻ്റെ സൺസ്ക്രീനാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. കുറേ ദിവസമായി ഞാനൊരു കാപ്പി കുടിച്ചിട്ട്, അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് കാപ്പി കുടിക്കാനൊരു കൊതി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു കാപ്പി ഉണ്ടാക്കിയേക്കാം. കഴിഞ്ഞ ആഴ്ച ഗ്രോസറി പോയപ്പോൾ വാങ്ങിയതാണ് ഈ ഒരു ആൽമണ്ട് മിൽക്ക്. ഇത് ഞാൻ ഇന്നേ വരെ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്തിട്ടില്ല. ഓട്ട് മിൽക്ക് ഞാൻ വാങ്ങിയിട്ടല്ലെങ്കിലും ഞാൻ പല സ്ഥലത്തു നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ ഇത് കൊള്ളാം. നമുക്കൊരു മുട്ടയും കൂടെ പുഴുങ്ങിയെടുക്കാം. ആ കോഫി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് ഒരു മുട്ട പുഴുങ്ങ ഇട്ടാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ അത് മറന്നു. എന്താണെങ്കിലും നമുക്ക് ഒരു മുട്ടയും രാവിലത്തെ കോഫിയും കൂടെ കുടിച്ചിട്ട് ഇന്നത്തെ ഡേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യണത് തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കണ പോലെ പ്ലാനിങ് ആണ്. ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കും. ഇന്ന് പുറത്തൊന്നും പോകാൻ, അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. വളരെ കുട്ടിയായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ആൻഡ് ഒരു സ്ലോ ഡേ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഡെയിലി പ്ലാനിങ്ങിന് ഞാനിപ്പോൾ യൂസ് ചെയ്യാറുള്ളത് നോഷനാണ്. ഞാൻ കഴിഞ്ഞയും കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ കാലം മുന്നേ ഒന്നും നോഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നു. മെല്ലെ ഇങ്ങനെ ഗ്രാജുവലി അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പോൾ കംപ്ലീറ്റ്ലി നോഷൻ യൂസ് ചെയ്യുന്ന ഒരു രീതിയിലായതാണ് കേട്ടോ. കുറേ വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ വേണമെങ്കിൽ, എനിക്ക് ട്യൂട്ടോറിയൽ അങ്ങനെ ചെയ്ത് പറഞ്ഞുതരാൻ മാത്രമൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുഞ്ഞു പണികളൊക്കെ ഉള്ളൂ. അതിലൊരു കുഞ്ഞു പണിയാണ് ഒരു മൂഡ് ബോർഡ് സെറ്റ് ചെയ്യുക. കുറേ നേരം പിൻട്രസ്റ്റൊക്കെ നോക്കി ഇഷ്ടമുള്ള കുറച്ച് ഫോട്ടോസൊക്കെ സോർട്ട് ചെയ്ത് അത് ക്യാൻവയിൽ തന്നെ ഒരു ടെംപ്ലേറ്റിലേക്ക് ഒരു മൂഡ് ബോർഡ് പോലെ ആക്കിയെടുത്തു. ടൈം 10 മണിയാവാനായിട്ടോ ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു, പിന്നെ മൂഡ് ബോർഡ് ഉണ്ടാക്കി. 2 ടാസ്കുകൾ ഇന്നത്തെ വിചാരിച്ചത് കഴിഞ്ഞു. ഇനിയും കുറച്ച് കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഇന്നൊരു സ്ലോ ഡേ ആണ്. ഇന്ന് തീസസിൻ്റെ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. തീസസ് ആക്ച്വലി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ് കുറച്ചും കൂടെ സമയത്തേക്ക്. ബിക്കോസ് ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളുണ്ടായി. ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പിന്നെ ഒരു സ്ലോ ഡേ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സോ യെസ്, കുറച്ച് കഴിഞ്ഞിട്ട് കുക്കിംഗ് ഉണ്ട്. അതെനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ എന്നാലും എൻ്റെ കയ്യിൽ കഴിക്കാൻ ഫുഡില്ലാത്തതുകൊണ്ട് കുക്ക് ചെയ്യേണ്ടി വരും. കുറേ ദിവസമായി എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട്. ഞാനങ്ങനെ ആർട്ടിസ്റ്റൊന്നുമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് ഐപാഡിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. പണ്ട് ഐപാഡ് ഇല്ലാത്ത സമയത്ത് നമ്മൾ പേപ്പറും പെന്നും കളറും ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കണത്. ഇപ്പോൾ ഐപാഡിൽ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴും അല്ലെങ്കിൽ സമയം ഉണ്ടാക്കിയൊക്കെ വരയ്ക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് തീസസിൻ്റെ ഇടയിലും നാട്ടിലേക്ക് ട്രാവൽ ചെയ്തപ്പോഴും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആർട്ട് വിത്ത് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ് കേട്ടോ. അത് ഭയങ്കര ഈസിയാണ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ എനിക്കിഷ്ടമാണ് പുള്ളിക്കാരത്തിൻ്റെ വീഡിയോസ്. അതല്ലാണ്ട് 1-2-3 ചാനൽസ് ഉണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നത്. ബട്ട് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ളൊരു ചാനലാണ് ആർട്ട് വിത്ത് ഫ്ലോ. കുറച്ച് നേരം ഞാനങ്ങനെ എനിക്ക് ചിത്രം വരയ്ക്കാന്നുള്ള ഒരു പ്ലാനിൽ തോന്നിയപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് ചിത്രം വരച്ചു. വളരെ പെട്ടെന്ന് തോന്നിയൊരു പ്ലാനാണ്. കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ വരച്ചു. അങ്ങനെ വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ അതേ അമ്മൻ്റെ ഒരു കോൾ വന്നു. കുറച്ച് നേരം അവനോട് ഇരുന്ന് സംസാരിച്ചു. ഓനോ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നതുമായിരുന്നു. അപ്പം എൻ്റെ വീടിനടുത്തെത്തിയപ്പോൾ പാടുന്ന ഒരു നാരങ്ങ സോഡ കുടിച്ചെന്നോ മോരുവെള്ളം വാങ്ങിയെന്നോ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച്. പിന്നെ ഞാനൊരു മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് കുറച്ച് ഗ്രേപ്സ് എടുത്ത് കഴിച്ച് പിന്നെ ഞാൻ എൻ്റെ വര കണ്ടിന്യൂ ചെയ്തു.
2:10 ആയപ്പോഴത്തേക്കാണ് കേട്ടോ ഫുഡ് റെഡി ആയത്. കുറച്ച് ലേറ്റ് ആയി, പക്ഷെ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് തന്നെ കുക്കിംഗ് കഴിഞ്ഞു. രസമാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കിയത്. മെയിനായിട്ട് 2, 3, 4 ദിവസത്തേക്കുണ്ട്. റൈസും ഒരു 3-4 നേരത്തേക്കുണ്ട്. പിന്നെ ഇത് ട്യൂണായിട്ട് ഉപ്പേരിയാണ്. ഉപ്പേരി എന്ന് പറയാൻ പറ്റുമോ, അതൊരു നേരത്തേക്കും കൂടി ഉണ്ട്. അപ്പം അത്രയും സാധനങ്ങൾ ഒരു 3/4 മണിക്കൂറിൽ ഉണ്ടാക്കി കഴിഞ്ഞു. അതാണ് ഇപ്പം ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് ഞാൻ കൊണ്ടാട്ട മുളകും വറുത്തു. സോ യെസ്, ഞാൻ കഴിക്കട്ടെ. എന്തെങ്കിലും വീഡിയോ ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ട് നല്ല കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കുറച്ചേരം ഞാൻ കിടന്നു കേട്ടോ, ഒരു 1/4 മണിക്കൂർ കിടന്ന്. അതിനുശേഷമാണ് ഇന്നലെ അലക്കിയ തുണിയാണ് മടക്കി വെക്കാനുള്ളത്. ചില ദിവസമൊക്കെ ഞാൻ അലക്കിയ അന്നേരം തന്നെ മടക്കി വെക്കും. ചില ദിവസം എനിക്ക് മടിയാണ്. കഴിഞ്ഞ ദിവസം അങ്ങനെ മടിയുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് ആ മടക്കി വെക്കൽ നടന്നില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് മടക്കി വെക്കാം. ഇവിടുത്തെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിൽ ലോണ്ടറി ചെയ്യാൻ അഡീഷണൽ പേയ്മെൻറ്റ് ഉണ്ടോ എന്ന് നാളെ ഒരു കമൻറ്റ് വന്നിരുന്നു. ഇല്ല കേട്ടോ, ഇവിടെ നമുക്ക് അങ്ങനെ അഡീഷണൽ പേയ്മെൻറ്റ് ഒന്നും കൊടുക്കണ്ട. ലോണ്ടറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ റെൻറ്റിൽ ഈ ഒരു ലോണ്ടറിയും ഇൻക്ലൂഡഡ് ആണ്. ഓൾസോ അറ്റ് എ ടൈം നമുക്ക് 3 വാഷിംഗ് മെഷീൻ വരെ ബുക്ക് ചെയ്യാം. ഓരോ സ്ലോട്ടും ഇവിടെ 1.5 മണിക്കൂറാണ് വരിക. ഇപ്പം 8 മണിക്ക് ഒരു സ്ലോട്ട് ഉണ്ടെങ്കിൽ 9:30 വരെ ആയിരിക്കും അതിൻ്റെ ഒരു വാഷിംഗ് പ്ലസ് ഡ്രൈയിങ് പീരീഡ്. അതിനുള്ളിൽ നമ്മൾ പോയിട്ട് വാഷ് ചെയ്ത് ഉണക്കാനുള്ളത് മാറ്റിയിട്ടിട്ട് എടുത്തിട്ട് വരണം. അത്രേ ഉള്ളൂ. അപ്പം മടക്കി വെച്ചതൊക്കെ ഞാൻ എനിക്ക് വെക്കാനുള്ള വാർഡ്രോബിലേക്കൊക്കെ അപ്പം തന്നെ വെച്ചു. ഇനി നമുക്കൊന്ന് ജിമ്മിൽ പോകണം. ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറി കുറച്ച് ലിബാം ഇടാം. ഷുഗറിൻ്റെ ലിബാമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനാകുമ്പോൾ ചെറിയൊരു ടിൻ്റ് ഉണ്ട്. അതേപോലെ നമുക്ക് കുറച്ച് ബോഡി മിസ്റ്റും കൂടെ അടിക്കാം. എൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ തന്നെ ടാക്കിൻ്റെ ജിം എന്ന് പറയുന്നത്. സോ പോകാനൊക്കെ എളുപ്പമാണ്, പക്ഷെ പോകാറില്ല എന്നുള്ളതാണ് സത്യം. ജിമ്മിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ് എൻ്റെ മെയിൻ കൺഫ്യൂഷൻ. അതുകൊണ്ട് എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോകുന്നതാണ്. സോ അങ്ങനെയാണ് ഇന്ന് ജിമ്മിൽ പോയിട്ട് 30-45 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചു പോരും കേട്ടോ. അതിൽ കൂടുതലൊന്നും ഞാൻ നിൽക്കുകയല്ല. കാർഡിയോ അതേപോലെ എന്തെങ്കിലും ഡമ്പൽ വെച്ചിട്ടുള്ള വർക്കൗട്ട്, ഇത് മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും വീഡിയോ ഒക്കെ നോക്കിയിട്ട് ചെയ്യാനെങ്കിലും അറിയണത്. അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തിരിച്ച് റൂമിൽ വന്നിട്ട് ചെറുതായിട്ടൊരു ക്ലീനിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല. നമുക്ക് വേഗം മേലൊക്കെ കഴുകി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഉറങ്ങാൻ കിടക്കും. ഇതൊക്കെയാണ് ഒരു സ്ലോ ഡേ എൻ്റെ ലൈഫിൽ നടക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.